ഓണം സീരീസിന്റെ 8ാമത്തെ ദിവസമായി ഇന്ന്. നമ്മൾ ഇന്ന് ഇടുന്നത് 8 തരം പൂക്കളാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പൂവൊക്കെ വാരി തുടച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം വീഡിയോ ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലൊരു സാധാരണക്കാരിയാണ്. ഒരു പാഷൻ എന്ന രീതിയിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അതിൽ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടണേ. അപ്പോൾ ബവീച്ചിയും വികിയും ഇപ്പുറത്ത് പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ ഇന്ന് പറിക്കാൻ പറ്റുന്ന പൂക്കൾ, അതായത് ഇന്നലെ പറിച്ചാൽ വാടിപ്പോകുന്ന പൂക്കൾ രാവിലെ പറിക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. രാവിലത്തെ ഒരു കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ അമ്മ ഇതാ അപ്പുറത്ത് പറമ്പിൽ പോയിട്ട് പൂ പൊട്ടിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, സ്വന്തം വീട്ടിലില്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലൊക്കെ പോയിട്ട് പൊട്ടിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല കാട്ടുപൂക്കൾ അതന്നെയാണ് പറിച്ചു കൊണ്ടുവരുന്നത്. വസുമോൻ ഇന്ന് കുറച്ചധികം നേരത്തേനെ എണീറ്റിട്ട് പപ്പേന്റെ അടുത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വലിയൊരു വിശേഷങ്ങളും ഇല്ലാത്ത ഒരു ദിവസമാണ് ഇന്ന്. വരുന്ന ദിവസങ്ങളിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും കാണാൻ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. സാൻവീത കൊണ്ടുവച്ച് പൂവൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഞാനും കൂടെ ഉണ്ട്, എൻ്റെ കൂടെ വസുവും ഉണ്ട്. കൊതുക് ശല്യം സഹിക്ക വയ്യാഞ്ഞിട്ട് കൂടെ ബാറ്റും ഉണ്ട്. അപ്പൊ ഇന്നത്തെ പൂക്കൾ ഇതാ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു കളം വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കണ്ട രീതിയിലൊന്നും ആയിരിക്കില്ല അതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ. അപ്പൊ ഏകദേശം നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ വട്ടാണോ ചതുരാണോ എന്നൊക്കെ മനസ്സിലാകാം. അതിനുശേഷം എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചു, വസുവിനെ കുളിപ്പിച്ചു, സാൻവിനെ കുളിപ്പിച്ചു. പിള്ളേരെയൊക്കെ രാവിലെ തന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞതുപോലെയാ. ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അതിങ്ങനെ നീങ്ങി 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 വൈകുന്നേരം വരെ ആയി പറയും മേല് കഴുകിയിട്ട് അങ്ങ് പോരുകയെന്ന്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ അങ്ങ് കുളിപ്പിച്ച് കളയാന്ന് വിചാരിച്ച്. കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭസ്മോ ചന്ദനോ എന്തെങ്കിലും ഒരു തൊടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പിള്ളേരെയും തൊടിയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പൂക്കളം എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? ഇതാണ് ബബീച്ചൊക്കെ ഇട്ട പൂക്കളം. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. ബബീച്ച് ഇതാ ജോലിക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ ബാങ്കിൽ ഓണാഘോഷമാണ്. അപ്പൊ ബബീച്ച് പോയി. ഞങ്ങൾക്ക് ചായക്ക് പുട്ടും കടല ഫ്രൈ ഒക്കെ ആയിരുന്നു. അതൊക്കെ കുടിച്ച് ചായയൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്താ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. നമ്മുടെ സ്ഥിരം ജോലികൾ തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായി. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസ് ചെയ്യാന്നുള്ളത്. സത്യം പറഞ്ഞാൽ എന്നോട് മറന്നുപോയി. കാരണം രാവിലെയാണല്ലോ ഈ ക്യാമറയും തൂക്കി നടക്കുന്നത്. ഉച്ചയായപ്പോൾ എന്നോട് എല്ലാം മറന്ന്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വസുവിനെ അപ്പിടിപ്പിച്ചെങ്ങാൻ കഴിച്ചിട്ട് സാൻവിയാണ് ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുന്നത്. ഇതിപ്പോ ഒരു ദിവസം ഒരു തവണയൊന്നും അല്ല, കുറേ തവണ മേലും ഒക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. അതിനുശേഷം പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാനും എന്തോ കഞ്ഞിയോ അങ്ങനത്തെ എന്തോ കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, സ്റ്റുഡിയോന്റെ ഒരു ഷൂട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമുക്കൊരു ഷോർട്സ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പൊ ശരി, ബൈ.